ഐഡിയസ് പ്ലാറ്റൂൺ, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സൽവ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമുക്കറിയാം നാളെ, അതായത് 2024 ഏപ്രിൽ 26 നമ്മുടെ കേരളത്തൊട്ടാകെ ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ചും ജനാധിപത്യവുമായി ബന്ധപ്പെട്ടിട്ടും ഭരണഘടനയുമായി ബന്ധപ്പെട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ നമുക്ക് തീർച്ചയായിട്ടും കമൻ്റൊക്കെ നമുക്ക് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും പോസിറ്റീവോ നെഗറ്റീവോ എന്ത് തന്നെ ആയാലും നമ്മൾ കമൻറ്റുകളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. കാരണം ഇത് എത്തിച്ചേരേണ്ടത് ജനങ്ങളിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ചിന്തിക്കണം, കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, എന്ത് തന്നെ ആയാലും നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. നമുക്കറിയാം, നാളെ ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്, പ്രത്യേകിച്ചും ഒരു ജനാധിപത്യ രാജ്യത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ് ഈ രാജ്യത്തെ നയിക്കേണ്ട ആൾക്കാർ കൃത്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കുള്ള യോഗ്യത അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ കടമയാണ്. അതിനുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ നമ്മളെ ഭരിക്കേണ്ടവരല്ല, നമ്മൾ അവരെയാണ് ഭരിക്കേണ്ടത്. അവരെ നമുക്ക് സേവനമാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ജനങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല, നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരാണ്. വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും അറിവും വിദ്യാഭ്യാസവും ചിന്തകളും ഉള്ള ഒരു വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം നമ്മൾ ഉൾപ്പെടുന്ന ആൾക്കാരും കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഏത് പാർട്ടിയിൽ ഉൾപ്പെട്ടാലും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നാടിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടനയിൽ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും കൃത്യമായിട്ടുള്ള അവകാശങ്ങളും മറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശമാണ് ഭരണഘടന നമുക്ക് അനുശാസിക്കുന്നത്. അപ്പോൾ അതിനെ സംരക്ഷിച്ചുകൊണ്ട് വേണം നമ്മുടെ തീരുമാനം എന്നുള്ളത്. ആ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ വോട്ടുമാണ്. അപ്പോൾ നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്. അത് കൃത്യമായിട്ട് നിർവഹിക്കുക എല്ലാവരും. ആരും തന്നെ വോട്ട് ചെയ്യാണ്ടിരിക്കരുത്. ഈ വോട്ട് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ് ആക്ച്വലി രാജ്യദ്രോഹികൾ എന്ന് പറയേണ്ടത്. കാരണം നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്, അല്ലെങ്കിൽ ആ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർ ആണ് എന്നുള്ള ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും വന്ന് കൃത്യമായിട്ട് വോട്ട് ചെയ്യണം എന്നതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില രാഷ്ട്രീയക്കാർ ജാതി, മതം, ദൈവം, എൻ്റെ ആളാണ്, നിങ്ങൾ നമ്മുടെ ആൾ നമ്മളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരും. അത്തരത്തിലുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുക. ദേ ആർ ദ ഡേഞ്ചറസ് ഫെലോസ്. അത്തരത്തിലുള്ള ആൾക്കാർ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വർഗീകരിച്ച് ധ്രുവീകരിച്ച് നിങ്ങളുടെ ജീവിതം തന്നെ കുളമാക്കും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ജീവിതം എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ ഓരോരുത്തരും വ്യക്തികളാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിനപ്പുറമാണ് ബാക്കി എന്ത് സ്വാതന്ത്ര്യവും. അത് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫേക്കായിട്ടുള്ള പ്രോമിസ് ഉണ്ടല്ലോ, വ്യാജ വാഗ്ദാനങ്ങൾ തരുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവരും ഡേഞ്ചറാണ് നിങ്ങൾക്ക്. അത്തരത്തിലുള്ള ആൾക്കാരെയും നിങ്ങൾ ഒഴിവാക്കുക. കാരണം ജയിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വന്നിട്ട് ഇത് ചെയ്തു തരാം, അത് ചെയ്തു തരാം, ഞങ്ങളെ ജയിപ്പിക്കും എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ശ്രദ്ധിക്കുക. അവർ വോട്ട് മേടിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരും. അത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് പോലും വരത്തില്ല. അവരെ ശ്രദ്ധിക്കുക. പിന്നെ നാലാമത്തെ കാര്യമാണ് ആക്ച്വലി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മാറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇലക്ഷൻ സമയത്തൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കുറേ ആൾക്കാർ ഈ പൈസ ആയിട്ടൊക്കെ വരും. പ്രത്യേകിച്ചും ചില പാർട്ടിക്കാർ. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഇലക്ട്രൽ ബോണ്ടൊക്കെ പുറത്ത് വന്ന സമയത്ത് ഏതൊക്കെ പാർട്ടികളാണ് ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ പക്കലേക്ക് ഇലക്ഷൻ സമയത്ത് മദ്യം, ബിരിയാണി, പൈസ ആയിട്ടൊക്കെ നിങ്ങൾ വോട്ട് ചോദിച്ചുകൊണ്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ റിജക്റ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോട്ട് എന്നുള്ളത് ഓരോ വ്യക്തിക്കും ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഭരണഘടന നൽകുന്ന ഏറ്റവും വലിയ അവകാശമാണ്. അതിനെപ്പോലും വിലയ്ക്ക് മേടിക്കാനായിട്ട് വരുന്ന ആൾക്കാരാണ് ഇവർ.
അപ്പോൾ ഇവർക്ക് നിങ്ങൾ വിലക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് അടിമകളാണ് ആകുന്നത്. അപ്പോൾ അവർ പറയുന്നത് അനുസരിച്ച് വേണം നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആർക്കും അടിമകളാകരുത് എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക് നിങ്ങൾ സ്വന്തരായിട്ട് ജീവിക്കണോ അതോ അടിമകളായിട്ട് ജീവിക്കണോ എന്നുള്ളത് നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തീരുമാനിച്ചിട്ട് വേണം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ എസ്കേ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും അംഗമായില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ദെൻ ഓൺലി നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യം അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സംരക്ഷിക്കുന്നതിന് നിങ്ങൾ തന്നെ തയ്യാറാവുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ലവ് യു ഓൾ.